എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയായിട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ആണ്ട് നേർച്ചയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും കുറച്ച് പേർക്കല്ല, ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ആണ്ട് നേർച്ചയെന്ന് വെച്ചാൽ ഞങ്ങളുടെ മുസ്ലിംസിൻ്റെ ഒരു ബിലീഫാണ്. അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും അവരുടെ ഓർമ്മ ദിവസം അവർക്ക് വേണ്ടി അവരുടെ പേരിൽ കുറച്ച് പേരെ വിളിച്ച് ആഹാരം കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു ബിലീഫാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ, ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ വഴി ഇതാണ്. ഞങ്ങൾ ഇവിടുന്ന് വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ മാമാരെ അളിയൻ എന്ന് പറയും. അളിയൻ മീൻസ് സഹോദരി ഭർത്താവാണ് മരണപ്പെട്ടു പോയത്. എനിക്ക് കറക്റ്റ് ഇയർ അറിയില്ല, എങ്കിലും ഒരു 2-3 years ആയി കാണും. അപ്പോൾ അവരുടെ മാമയുടെ ഓർമ്മ ദിവസമാണിന്ന്. അപ്പം ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഫുഡ് ഒരു നേരത്തെ ആഹാരം അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് വേവിക്കണ്ടല്ലോ എന്ന സന്തോഷത്തിൽ ഞങ്ങൾ പോവുകയാണ്. ഫുഡ് കഴിക്കാനായി ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഫാമിലിയിൽ എല്ലാവരും കൂടെ എന്ത് കാര്യമായാലും, അതിപ്പോൾ ആണ്ട് നിറച്ച, കല്യാണമെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നൊരു പ്രത്യേക വൈബാണ് അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോഴേ അതാണല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക വൈബാണ്. എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും. കുഞ്ഞു മാമാരോട് നേരത്തെ കയറി പോയിട്ടുണ്ട്. കുഞ്ഞാപ്പിൻ്റെയും മാമിയുടെ കയ്യിലിരിക്കുകയാണ്. ഞാനിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കുഞ്ഞാപ്പി മാമി എടുത്ത് ഇങ്ങനെ മന്ദം നടന്നു വരികയാണ്. ഇതെൻ്റെ സ്വന്തം പ്ലോട്ടാണ്. സൈഡിൽ ഇങ്ങനെ മുള്ളുവെയിലേക്ക് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ഈ ചുറ്റും റബ്ബറാണ് ഞങ്ങളുടെ വീട്ടിലെ ചുറ്റും. ഇത് ഞങ്ങളുടെ പ്ലോട്ടായിരുന്നു. ഇപ്പോൾ റബ്ബറൊക്കെ മുറിച്ചു. ഇപ്പം മരിച്ചീനി കമ്പ് നട്ടിട്ടുണ്ട്. ഇനി മരിച്ചീനി കൃഷി തുടങ്ങിയാൽ വിജയിക്കുമെന്നറിയില്ല. ഇതെൻ്റെ മാമിയുടെ സ്വന്തം കൂട്ടുകാരിയുടെ സ്വന്തം വീടാണ്. അതുകൊണ്ട് മാമി ഇതാ അതിൽ വായി നോക്കി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മാമിക്ക് ചുമ്മാ നടന്നാലും ആരുടെങ്കിലും 2 വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. മാമി ഇങ്ങനെ അതിൽ വർത്താനം പറയാൻ പറ്റാത്തതിൽ സങ്കടപ്പെട്ട് വരികയാണ്. ആരെയും കണ്ട് 2 വർത്താനം പറയാൻ നടന്നാൽ മാമിക്ക് ബോറടിക്കും. മാമിയുടെ ആ ബോറടി കണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുകയാണ്. മാമി അങ്ങനെ കുഞ്ഞിനെ നോക്കി പോസ് ചെയ്യുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നുണ്ട്. വീണ്ടും ആരെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ പാവം വിഷമിച്ച് വീണ്ടും നടക്കുകയാണ്. ആരും സംസാരിക്കാനില്ല. അങ്ങനെ വീണ്ടും വായി നോക്കി മാമി അപ്പുറം ഇപ്പുറമൊക്കെ നോക്കി. ഞങ്ങൾ ആ കാണുന്നതാണ് ആ വീട്. വീട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. പക്ഷെ വീട്ടിൽ എത്തിയിട്ട് ഉള്ള വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഉസ്താദ് ഓർത്താൻ വരും. പിന്നെ അവിടെ ക്രൗഡാണെങ്കിൽ നോക്കാം, ചിലപ്പോൾ 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല. സോ അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായി. വീട്ടിലേക്കുള്ള വഴിയാണ്. അപ്പോൾ എന്നെ രാവിലെ എൻ്റെ അവിടെ ഉള്ളത് ഞങ്ങൾ 2 ബന്ധുവാണ്. കാരണം എനിക്ക് കല്യാണത്തിന് മുമ്പേ ഉള്ള ബന്ധുവാണ് അവിടുത്തെ കാക്കയുടെ വൈഫ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ രാവിലെ ഒരു വ്ളോഗ് ചെയ്യാൻ വിളിച്ചതാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുമണി സമ്മതിക്കാത്ത കാരണം എനിക്ക് ആ വ്ളോഗിന് എത്തിച്ചേരാൻ പറ്റിയില്ല. ആ വ്ളോഗ് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു ദിവസത്തെ കണ്ടനായനെ, അതിൽ ഞാൻ ഖേദിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറുകയാണ്. ഞങ്ങൾ പിന്നാലെ പോവുകയാണ്, കാരണം ഉസ്താദ് ഓതാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നാലെ വാതിലിൻ്റെ വീടിൻ്റെ പുറകുവശത്തോടെ അടുക്കള വഴി കയറാം എന്ന് വിചാരിച്ച് പോവുകയാണ്. വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ തത്തി. സോ പുള്ളിക്കാരി ബേസിക്കലി എൻ്റെ റിലേറ്റീവ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അറിയുന്നത്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ വലിയ പരിചയമൊന്നും ഇല്ലായിരുന്നെങ്കിലും കല്യാണത്തിന് ശേഷം ഞങ്ങൾ നല്ല വൈബാണ്. ഞങ്ങൾ ചേട്ടത്തിയോ നാത്തൂനോ അങ്ങനെയൊക്കെ ഏതോ റിലേഷൻഷിപ്പിൽ വരും. പക്ഷെ എനിക്ക് ആ റിലേഷൻ പറയാൻ അറിയില്ല. താത്തയുടെ പേര് റിൻസി എന്നാണ്. ഇത് റിൻസി താത്തയുടെ ഫ്രണ്ടാണ് അൻസി താത്ത. അപ്പോൾ ഞാൻ അൻസി താത്ത ചോദിക്കുകയാണ് നൈറ്റിയുടെ റിവ്യൂ ഒക്കെ പറയാൻ താല്പര്യമുണ്ടോ. ഞാൻ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കിയാലോ എന്ന് പേടിച്ച് പാവം നടന്ന് പോകുന്നുണ്ട്. ഇത് ഇവിടുത്തെ മൂത്ത കാക്കയുടെ വൈഫാണ്. പേര് ഹസീന. ഇന്നത്തെ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് ഇവരൊക്കെയാണെന്ന് തോന്നുന്നു. കാരണം ഇവരെന്തൊക്കെയോ മുന്തിരി ഇറക്കുന്നതിനെക്കുറിച്ചോ പഴം കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ മാങ്ങ കട്ട് ചെയ്യുന്നതിനെക്കുറിച്ചോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു ഇവിടെ മര്യാദ എടുപ്പിക്കുകയാണ്. കുഞ്ഞാപ്പീരെ അടുത്ത് വരണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. മാമി എങ്ങനെയെങ്കിലും തട്ടിപ്പുത്തി അവനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആ ശ്രമം നടക്കുമെന്നറിയില്ല. ഇവിടെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. ഇത് ഫ്രൂട്ട്സും പിന്നെ ഹൽവ, പഴം, അങ്ങനെ ഈ ഡേറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് എല്ലാവർക്കും കഴിക്കാൻ. ഓതലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും മധുരം കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാറുണ്ട്. കണ്ടന്റിൽ വലിയ പുതുമയും വൈബും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് ഈ ഫ്രൂട്ട്സും എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കണ്ടന്റ് കിട്ടുന്നത്. ഒരു ദൈവദൂതനെ പോലെ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കണ്ടന്റ്. അങ്ങനെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഇതാ കണ്ടോളൂ. മാങ്ങ എല്ലാം ചെത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡ് നുള്ളിപ്പറക്കി തിന്നുന്ന റിൻസി താത്തി.
ഞാൻ യൂട്യൂബിലിട്ട് ഫേമസ് ആക്കിയാലോ എന്ന് കരുതി എനിക്ക് മുഖം തരുന്നില്ല, കഴിക്കുന്നുമില്ല. ഇപ്പം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇതായി ഞാൻ കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്ങനെ കഴിക്കുമെന്ന് ആൾക്ക് അറിയില്ല. ക്യാമറയ്ക്ക് പോസ് ചെയ്യാൻ നോക്കിയിട്ട് ഇത് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കണം. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വേണം വേണമെന്ന് പറയുന്നു. ആ അലർച്ച പുള്ളിക്കാരിക്ക് കേൾക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ദേ ആദ്യത്തെ സീഡെടുത്ത് വായിലോട്ട് വെക്കാൻ നോക്കുന്നു. കുഞ്ഞു കൊതി വിടാതിരിക്കും കുഞ്ഞിന് കൊടുത്തു. പക്ഷേ തള്ളയെ മാറി എന്നുള്ള രീതിയിൽ കുഞ്ഞ് പറഞ്ഞു കഴിച്ചോളൂ. അങ്ങനെ ഒളിച്ചെന്ന് കഴിക്കുകയാണ്. ഇത് മട്ടൺ റെഡിയായെന്ന് നോക്കുകയാണ്. ഫുഡിൻ്റെ കൂടെ കറി കൊടുക്കാറായോ? മട്ടൺ കുറച്ച് മുറ്റുള്ളതാണെന്ന് തോന്നുന്നു. കുറേ നേരമായി വേവിക്കാൻ തുടങ്ങിയിട്ടെന്ന് അവർ പറയുന്നുണ്ട്. ഈ ഫുഡ് വ്ലോഗ് എടുക്കാനാണ് എന്നെ ക്ഷണിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എത്താൻ പറ്റിയില്ല. അതിൽ ഞാൻ വീണ്ടും ഖേദം അറിയിക്കുന്നു. മട്ടൺ തിളയ്ക്കുന്നുണ്ട്, എങ്കിലും അത് വെന്തിട്ടില്ലെന്നാണ് പറയുന്നത്. പിന്നെ അത് കുക്കറിലങ്ങനെ ഇട്ടടിക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയിലാണ് അവർ പരസ്പരം നിൽക്കുന്നത്. കുഞ്ഞു ദേ അവിടെ മാമിയെ മര്യാദ എടുപ്പിച്ചുകൊണ്ടിരിക്കണം. വെള്ളം വേണം വേണ്ട, അവസാനം വെള്ളം മാറ്റിയിട്ട് അവനെ എടുത്തു വെച്ചിരിക്കുന്നു മാമി. അങ്ങനെ ഒരു രക്ഷയില്ലാതെ നടക്കുകയാണ്. അറ്റ് ലാസ്റ്റ് ഞാൻ അവനെ കൊണ്ട് കളിക്കാൻ ഇറങ്ങി. അവന് കളിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. കളിക്കാൻ പോവാടാ, വെളിയിൽ പോവാടാ, വീട്ടിൻ്റെ വെളിയിൽ പോവാടാ എന്നൊക്കെ പറഞ്ഞ് അവൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി പോകുന്നുണ്ട്. എങ്ങോട്ടൊക്കെ എഴുന്നള്ളി പോകുന്നുണ്ട്. ഇവൻ എവിടെയാണ് പോകാനുള്ളതെന്ന് അറിയില്ല. എല്ലാം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. കാടിലൂടെ ഞാൻ വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ എങ്ങോട്ട് വിടുന്നു അവൻ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. നേരെ പോടാന്ന് പറഞ്ഞ് ഞാൻ അവനെ നേരെ വിടുന്നുണ്ട്. പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ അവൻ നടക്കുകയാണ്. ഞാനും അവൻ്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അതേ അവൻ ഫ്രണ്ടിലെ മുറ്റത്ത് പോകാൻ വേണ്ടി നടക്കുകയാണ്. അവൻ ഇതേ പുറത്തിറങ്ങിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾ ഓരോ കാര്യത്തിനും ഭയങ്കര എക്സൈറ്റഡ് ആവാറുണ്ടല്ലേ? പുറത്തിറങ്ങുന്നതിനായാലും അകത്ത് കയറുന്നതിനായാലും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും കളിക്കാൻ പോകുന്നതിനായാലും പുതിയ ആൾക്കാരെ കാണുന്നതിനായാലും എല്ലാത്തിനും അവർക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണെന്ന് അവർ കണ്ട് പഠിക്കുന്ന പ്രായമാണ്. അപ്പോൾ അവൻ ദേ ഇങ്ങനെ കാറൊക്കെ തൊട്ട് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട പൊക്കോന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും നടക്കുകയാണ്. അവന് വീട്ടിൽ കയറാൻ മനസ്സിലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോയിട്ട് വീണ്ടും തിരിച്ചു പോവുകയാണ്. അവന് ഇവിടെ ഇങ്ങനെ മുറ്റത്തൊക്കെ നിന്ന് കളിക്കാനാണ് ഇഷ്ടം. പക്ഷെ നല്ല വെയിലുണ്ട്, ആൾ നന്നായിട്ട് വിയർക്കുന്നുണ്ട്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല വീട്ടിൻ്റെ അകത്ത് കയറാമെന്ന്. അവന് വീട്ടിൻ്റെ അകത്ത് കയറിയൊരു രസമില്ല. അവനിങ്ങനെ പുറത്ത് വണ്ടികളും ഇലകളും ചെടികളും പില്ലുകളൊക്കെ കണ്ട് നടക്കാനാണ് ഇഷ്ടം. ബൈക്കിൽ പിടിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ പിടിച്ചില്ല. ആൾ മുമ്പോട്ട് വെച്ച് വിടുകയാണ്. റോട്ടിലിറങ്ങി വീട്ടിലോടിയാലോ എന്നുള്ള ചിന്ത ഉണ്ടോയെന്ന് അറിയില്ല. എങ്കിലും അവൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യും, ഇമ്മയും ആരും വരുന്നില്ല, എനിക്ക് വീട്ടിൽ പൊക്കോളാൻ വയ്യ എന്ന് വിളിച്ച് പറയണമെന്ന് അവനുണ്ടായിരിക്കും. പക്ഷെ അവനിങ്ങനെ ബോറടിച്ച് സ്റ്റാച്ചു ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ്. അവിടെ ഉള്ളായിരുന്ന 2-1.5 പിടിച്ചെടുത്ത് ഞാൻ ഒരു തമ്മനയിൽ ഒപ്പിക്കാൻ നോക്കി. അവസാനം അവർ വിചാരിച്ചില്ല ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. അങ്ങനെ അവർ ചിരിച്ചോടുന്നു. അങ്ങനെ ഞങ്ങൾ ദേ മാമ കുഞ്ഞുനെ എടുത്തോട്ട് ഫ്രണ്ടേ നടക്കുകയാണ്. മാമക്ക് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് മാമ ദേ മന്ദം മുമ്പേ നടക്കുകയാണ്. ഞങ്ങൾ ദേ പിന്നാലെ വെച്ച് വിടുകയാണ്. അപ്പോൾ ദേ അനിയന് ഒട്ടും താല്പര്യമില്ല, ക്യാമറയിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ല. ആൾ എപ്പോഴും സിംഗിൾ ആൻഡ് മിംഗിളായിട്ട് നടക്കുകയാണ്. അപ്പോൾ ദേ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുക, ഒരു പെണ്ണൊക്കെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതൊരു വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചളിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ എല്ലായിടത്തും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇതേ മാമി കുഞ്ഞിനെ വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അനിയൻ എങ്ങനെ എൻ്റെ ക്യാമറയിൽ പിടിതരാതെ നടക്കാം എന്നുള്ള ഒരു സെർച്ചിങ്ങിലായിരുന്നു. അങ്ങനെ പിന്നെ ഇതേ മാമ കുഞ്ഞുനെ എടുത്ത് മുമ്പേ നടക്കുന്നുണ്ട്. അവനെ തറയിലാക്കുന്നില്ല. വണ്ടിക്ക് വന്നാൽ അവൻ പിടിച്ചാൽ നിൽക്കില്ല. അതുകൊണ്ട് മാമ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ പോവാണ്. ഞങ്ങൾ ഇതേ പിന്നാലെ വെച്ച് വിട്ട് പോകുന്നുണ്ട്. മാമി ഞാനുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ചിട്ടികളൊക്കെ പറഞ്ഞ് അഴിലൊക്കത്തെ വർത്താനങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ബിരിയാണിയുടെ ഉപ്പും മുളകും മട്ടൻ കറിയുടെ ടേസ്റ്റും അതിനെയൊക്കെ കുറിച്ച് സംസാരിച്ച് ഞങ്ങൾ നടക്കുകയാണ്. എന്നും ഒരു അടുക്കളയുള്ളൂ എന്ന് നിങ്ങൾ ചോദിച്ചവർക്കായിട്ട് ഞങ്ങളിതാ പുതിയൊരു ലോകം തന്നെ തുറന്നു വെച്ചിരിക്കുന്നു. ഇതാണ് റോഡിൽ കൂടി ഞങ്ങൾ നടക്കും. ഇന്ന് തിരക്കേടില്ലാത്തൊരു ദിവസമായിരുന്നു. ദിവസം കഴിഞ്ഞു, ആട് നിറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്താറായി. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാനൊരു വൈൻഡപ്പ് കൊടുക്കാൻ പോവുകയാണ്. ബൈ ബൈ, സാമിന സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ബ്ലറി ബ്ലാസ്റ്റ് വിത്ത് ആബിന ഷാഹിൻ. അത് നിങ്ങൾ വിചാരിക്കും എന്നും അടുക്കളയുള്ളതെന്ന്. അങ്ങനെയല്ല, നമ്മളിന്ന് റോഡിലിറങ്ങിയാണ് ഒരു വൈൻഡപ്പ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.